ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ തിരിച്ചറിയാതെ പോയ ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത്, നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും അറിയാതെ പോകുന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കാതെ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും പഴയ രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു പാറ്റേണിൽ തന്നെ തുടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ള തോന്നൽ മനസ്സിൽ വരുന്നില്ല. ഒരുപാട് വേദനയിലൂടെയും വിഷമത്തിലൂടെയാണ് പോകുന്നത്, ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം, മാറേണ്ട സമയമായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മാറുന്നില്ല. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് പലതും മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പല കാര്യങ്ങളും റീബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു സമയമാണ്. പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം നിങ്ങളിൽ അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മാറണം, പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാകും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ടാൽ നിങ്ങളെപ്പോലുള്ളവർ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവർ നിങ്ങളിൽ ഉണ്ടാക്കി തരുന്നുണ്ടാകും. എങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴോ ആണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് നീ മാറണം, ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നാൽ ശരിയാവില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പഴയ ഒരു സാഹചര്യത്തിൽ തന്നെ കടന്നു പോകുന്നു, പഴയ സിറ്റുവേഷനിൽ കൂടെ തന്നെ കടന്നു പോകുന്നു. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല, ആരും ഒന്നും തന്ന് ആഗ്രഹിച്ച ജീവിതം കിട്ടിയിട്ടില്ല, സന്തോഷം കിട്ടിയിട്ടില്ല, സമാധാനം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സാമ്പത്തികമാണ് അത് എല്ലാം നഷ്ടപ്പെട്ടു, അത് തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് നഷ്ടങ്ങൾ, ആ ഒരു നഷ്ടങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഈ ജീവിതം ഒരു റീബിൽഡ് ചെയ്തെടുക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ ചിന്തിക്കാതെ മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു സാഹചര്യം നിങ്ങളിൽ ഉണ്ടാകുന്നു. നിങ്ങൾ സ്വയം ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറയുന്നുണ്ട് ഓവറോൾ എനർജി തന്നെ. ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ള 5 വോൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെ പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ആരോ മത്സര ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു സാഹചര്യമാണ് ആദ്യം തന്നെ കാണുന്നത്. അത് നിങ്ങൾക്കൊപ്പം എത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കാത്തവരോ അല്ലെങ്കിൽ നിങ്ങളോട് ജലസുള്ള ആളുകളോ ഒക്കെ തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് അവർക്ക് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളെയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, റിലേഷൻഷിപ്പ് പരമായോ ഫാമിലി പരമായോ അത് പിടിച്ചു വാങ്ങാൻ നിൽക്കുന്നവർ, ആ ഒരു ബന്ധം അവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങളോട് മത്സരബുദ്ധിയോടെ പെരുമാറുന്നത് എന്തിനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നില്ല. വെറുതെ വഴക്കും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവിടെ ആദ്യം തന്നെ മനസ്സിലാകുന്നത്.
ആ വ്യക്തിയുമായി നിങ്ങൾ നേരത്തെ പരിചയമുള്ള ഒരാളായിരിക്കാം, നേരത്തെ അറിയുന്നതായിരിക്കാം, ഒരുമിച്ച് ജീവിച്ചവരായിരിക്കാം, ഫാമിലി ഫ്രണ്ട് ആകാം, ഒരുമിച്ച് പഠിച്ചവരാകാം, ഒരടുത്ത താമസക്കാരാവാം, അങ്ങനെ ആരുമാകാം. അത്തരം ഒരു വ്യക്തി, അപ്പോൾ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ ജീവിച്ച വ്യക്തികളായിരിക്കാം. പെട്ടെന്നാണ് അവരിൽ മാറ്റം വന്നത് എന്നിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു നല്ല ഒരു മുന്നോട്ടുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന്. നിങ്ങൾക്ക് ഒരു തരത്തിലും മനസ്സിലാതെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്ന പ്രശ്നം, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുമ്പേ ഉള്ളത് എന്ന് ചിന്തിച്ച് നിങ്ങൾ വേദനിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളുടെ നന്മ, നിങ്ങൾ മുന്നോട്ട് പോകുന്നോ നിങ്ങളുടെ നല്ല ജീവിതമോ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടിയാണ് ഈ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ ഒരു പടിപടിയായിട്ട് ഉയരാനുള്ള വഴി നോക്കുന്നുണ്ടാവും, ആ ഉയർച്ചയിൽ എത്തുന്നുണ്ടാവും. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് തടസ്സങ്ങളും പ്രശ്നങ്ങളും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഉണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും. അതൊക്കെ ഉള്ളിലൊതുക്കി നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ആവശ്യം ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള ഈ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. ആ തടസ്സങ്ങൾ നീക്കുന്നതായിരിക്കാം. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ മുന്നോട്ട് പോയാലാണ് ശരിയാവും, ഏത് രീതിയിൽ മുന്നോട്ട് പോയാലാണ് ശരിയാവും, ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളാണല്ലോ ഉള്ളത് എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വരുന്നു. ഏതെടുത്താലാണ് ശരിയാവുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ പോയാലാണ് ശരിയാവുക എന്നുള്ള. ആകെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം വ്യക്തികളുമായുള്ള ജീവിതത്തിൽ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലായി, എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മുന്നോട്ടേക്ക് ഇനി എന്താണ് ജീവിതം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യം, നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷൻ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ നിന്നു. അതിൽ നിന്നും മാറാൻ വേണ്ടി ഇത്തരം വ്യക്തികളിൽ നിന്നും മാറാൻ നിങ്ങൾ ശ്രമിച്ചില്ല. ഇപ്പോഴാണ് പാസ്റ്റിലുണ്ടായ ഓർമ്മകൾ നിങ്ങളിലെ പലതോരോന്നോരോന്നായി വരുന്നത്. മുന്നോട്ടുള്ള ജീവിതം, ഒരു നല്ല ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും ഫ്രീ ആകാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു ഫ്രീഡത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ചില വ്യക്തികൾക്ക് അത്തരം ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം. പലതും മാറ്റി മുന്നോട്ടേക്ക് പോകണം. ആ ഇതുവരെ ഉണ്ടായ ജീവിതം, ആ ഒരു തിരിച്ചറിവ്, നല്ലൊരു ജീവിതത്തെക്കുറിച്ചോ ചുറ്റുപാടുള്ള വ്യക്തികളെ കുറിച്ചോ തിരിച്ചറിവ് ഉണ്ടാകാതെ പോയ ആ നിമിഷം അതോർത്ത് വേദനിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലൂടെ പോയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മുന്നിലെ യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് തരുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങളിലെ വരുമെന്നൊരു പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായിരിക്കാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് ശരിയാകും അല്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഉണ്ടാകുന്നു. യൂണിവേഴ്സായിട്ട് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ ഒരു താമസം വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അത് മാത്രം ആലോചിച്ച് നോക്കി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയം കൊണ്ട് നിങ്ങളിലുള്ള തടസ്സങ്ങൾ, നിങ്ങൾക്ക് ആരാണോ എതിരായി നിൽക്കുന്നത്, നിങ്ങളുടെ മുന്നോട്ടുള്ള സക്സസിനെ എതിരാക്കി തടസ്സം ഉണ്ടാക്കുന്നത് ആരാണോ അത് തട്ടിമാറ്റി മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പവറുള്ള വ്യക്തികളാണ്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്, ആഗ്രഹിച്ച ജീവിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നന്നായി ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇത്തരമൊരു സാഹചര്യത്തിൽ മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ, നിങ്ങൾ ആണ് പെർഫെക്റ്റ് എന്ന് ചിന്തിച്ച്
എന്നെക്കാളും നല്ലത് മറ്റാരുമില്ല എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടാക്കിയെടുത്ത് ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കടക്കാനാണ് പറയുന്നത്. ഈ വെയിറ്റ് ചെയ്തിരുന്നാൽ അവിടെ ഇരിക്കുന്ന അത്രയും സമയം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എന്താണോ നിങ്ങളുടെ മുന്നിലുള്ള ബ്ലോക്കേജ് അത് മാറ്റി ആരാണോ എതിരായി നിൽക്കുക ആ ഒരു തടസ്സം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നുണ്ട്. എന്ത് കാര്യത്തിനായാലും, അത് വിവാഹ സംബന്ധമായാലും ജോലി സംബന്ധമായാലും സാമ്പത്തികപരമായാലും അതെന്താണെന്നൊന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എന്നിലേക്ക് വരാതെ തടസ്സമായി നിൽക്കുന്നത്? അത് നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നിവിടെ കാണുന്നുണ്ട്. അകാരണമായ ഒരു പേടിയും ഭയവും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സാഹചര്യം, കരഞ്ഞിരിക്കേണ്ട സാഹചര്യം, ഒരു മരണഭയം, അല്ലെങ്കിൽ ആരെന്ത് ചെയ്യുമോ എന്നുള്ള ഒരു പേടി, അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ തോന്നലാണ് ഇല്ലാതാക്കണം. നിങ്ങളുടെ മനസ്സിലെ ഈ നെഗറ്റീവായ ചിന്താഗതികൾ ഇല്ലാതാക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരെയും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിന് തടസ്സം നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ അവരെന്തോ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് പറയും ഇത്തരം വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ പുറത്ത് കടക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഒരു ബോൾഡായ വ്യക്തികളാണ് എന്നിവിടെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ പ്രശ്നം താങ്ങാനോ സഹിക്കാനോ സാധിക്കുന്നില്ല. ഒരുപാട് ടെൻഷനിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ സ്ട്രോങ് അല്ലാതിരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് പല നെഗറ്റീവായ കാര്യങ്ങൾ വരുന്നത്, പല കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ താമസിക്കുന്നത് ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലാത്ത വ്യക്തികളുടെ കൂടെയാണ്. അപ്പോൾ അതിൽ നിന്ന് താമസിക്കുന്നതായാലും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമായാലും, നിങ്ങൾ പഠിക്കുന്ന സ്ഥലമായാലും, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിങ്ങളുടെ എനർജിക്ക് ചേരാത്ത വ്യക്തികളുമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി പോകാൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കൂ. ഇത്തരം സാഹചര്യങ്ങളിൽ, വ്യക്തികളിൽ, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കൂ. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ അത് കണ്ണ് തുറന്ന് നോക്കേണ്ടതുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കാൻ പറയുന്നുണ്ട്. ഒരുപാട് ക്രൂരമായി പെരുമാറിയ വ്യക്തികളുടെ ഇടയിൽ നിന്നാണ് നിങ്ങൾ പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാണ് ആ വ്യക്തികൾ നിങ്ങളോട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ മതിയാവും, ഈ ജീവിതം എനിക്ക് തുടർന്ന് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരണം. ഇതുവരെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് അതിന് പറ്റാത്ത സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാകാതെ പോയിട്ടുണ്ടാകും. നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹം കൊടുത്ത് അവസാന സമയത്തായിരിക്കാം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നിങ്ങളെല്ലാവർക്കും ഒന്നും മനസ്സിലാകാതെ ചെയ്യുകയും നിങ്ങളോട് ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ പോലും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്നില്ല എന്നവിടെ കാണുന്നത്. എന്നിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കായാലും, ഫാമിലിക്കായാലും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും, എവിടെയായാലും നിങ്ങൾ ഓവർ ഗിവിങ് ആയിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിനൊരു കൺട്രോൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികപരമായി നിങ്ങൾ ഒരുപാട് ചെലവ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ അതിന് ഒരു കൺട്രോൾ വരണം. അപ്പോൾ ചിലവാക്കേണ്ടതായ കാര്യങ്ങൾക്ക് പോലും ആവശ്യമില്ലാതെ ചിലവാക്കുന്നുണ്ടാവും. ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും കൊടുത്തുകൊണ്ടിരുന്നത് അതൊക്കെ നിർത്തിയതായി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് മറ്റുള്ളവർ വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ. നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളെ, നിങ്ങളെ ഇത്തരം പ്രശ്നങ്ങളിലാക്കി കൊണ്ട് പോയ വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലും ദൈവാനുഗ്രഹമുള്ള വ്യക്തികളെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഇൻഡ്യൂഷൻ പവറുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ് ആകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, യെസ് ഓർ നോ, അത് പറയാനുള്ള കഴിവില്ലായ്മ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. എല്ലാവരും എന്ത് ചോദിച്ചൊക്കെ അവിടെ കൊടുത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ, സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, അവിടുന്ന് നിങ്ങൾ തിരിച്ചു കിട്ടാത്ത സാഹചര്യം ഇവിടെ കാണുന്നത്. ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. ആ വ്യക്തി അവരുടെ ഈഗോ വെച്ചിരുന്നു. നിങ്ങൾക്ക് തരേണ്ടതായ സ്നേഹമോ നിങ്ങൾക്ക് തരേണ്ടതായ വാല്യൂ ഒന്നും തന്നില്ല. നിങ്ങളെ അവരിൽ നിന്ന് അകറ്റി നിർത്തി, നിങ്ങളിൽ നിന്ന് അകന്നു മാറി നിന്ന് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് തരേണ്ട സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ചിന്തിക്കുന്നുണ്ടാവാം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ വിട്ടു പോകില്ല, നിങ്ങളുടെ സ്നേഹം അവർക്കെന്നും കിട്ടും എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടായതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അത്രയൊരു ഈഗോയും പവറൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആ ഈഗോ വെച്ചിരുന്നു നിങ്ങൾ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്നുകിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന, ഉപദേശിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തികളാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അനുസരിച്ച രീതിയിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവുണ്ട്. പക്ഷെ എന്നാലും ആ വ്യക്തി അവരുടെ ഉള്ളിലുള്ള സ്നേഹം മറച്ചു വെച്ച് അത് കാണിക്കാതെ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതെയോ മറ്റുള്ളവർക്ക് അവരുടെ സ്നേഹം കൊടുത്ത് നിങ്ങളെ അകറ്റി മാറ്റി നിർത്തിയ ഒരവസ്ഥ, നിങ്ങൾക്ക് കിട്ടേണ്ടതോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാതെയൊക്കെ നിന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഒരു നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഒട്ടൊപ്പം കാണാൻ സാധിക്കും. ആ വ്യക്തിയെ നിങ്ങളെ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരിലെ അട്രാക്റ്റ് ആക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോഴും ആ വ്യക്തിയായാലും നിങ്ങളെതിരായി നിന്ന വ്യക്തികൾ ആരാണോ, വ്യക്തി മാത്രമല്ല നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുള്ള മുതിർന്ന വ്യക്തികളായിരിക്കാം. ഇത്തരം വ്യക്തികളൊക്കെ ആണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഇത്തരം പ്രശ്നത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് കാണുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ച് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ പുറത്ത് കടക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ട വ്യക്തികളല്ല. നിങ്ങൾക്ക് നല്ല ബുദ്ധിയും പവറും കഴിവും ഉള്ള വ്യക്തികളാണ്. എന്തും നിങ്ങൾക്ക് ആഗ്രഹിച്ച ജീവിതത്തിന് അനുസരിച്ച് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ടുപോകാനും പുറത്ത് കടക്കാനും കഴിവുള്ള വ്യക്തികളാണ്, ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. ഇപ്പോൾ നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനിലാണ് എന്നിവിടെ കാണുന്നത്. നിങ്ങൾ ഇപ്പം എല്ലാം മനസ്സിലായി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പുറത്ത് കടക്കണം എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഡെത്ത് ആൻഡ് റീബർത്ത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പെട്ടുകിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി, നിങ്ങൾ തിരിച്ചറിവുണ്ടാക്കിയെടുത്ത്, അങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികൾ തന്നെ അവിടെ കാണുന്നത്. അത് ആ ഒരു തിരിച്ചറിവുമായിട്ട് പുറത്തേക്ക് കടക്കാൻ പറയുന്നുണ്ട്. നല്ലൊരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കടന്ന ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാണുന്നത്. നിങ്ങൾ മനസ്സിൽ എന്താണോ നിങ്ങൾ കൊണ്ട് നടന്ന വേദനയും വിഷമം അത് എൻഡാക്കി പുറത്ത് കിടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ തുടക്കത്തിലേക്ക് ആണ് പോകുന്നത്. ആ തുടക്കം നിങ്ങളും കൂടെ അംഗീകരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്.